ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിളായിട്ടുള്ള തക്കാളിക്കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു തക്കാളിക്കറിയുടെ റെസിപ്പി ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ തക്കാളിക്കറി ഉണ്ടാക്കാറുണ്ടോ എന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു തക്കാളിക്കറിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ രീതിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തക്കാളിക്കറി ഉണ്ടാക്കാറുണ്ടോ എന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ തക്കാളിക്കറി റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 4 തക്കാളി എടുത്തിട്ടുണ്ട്. 4 തക്കാളിയിലേക്കായിട്ട് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി 6-7 അല്ലി വെളുത്തുള്ളി എടുക്കുക കേട്ടോ. പിന്നെ വലിയ സവാളയാണെങ്കിൽ ഒരു സവാള എടുക്കുക. ചെറിയ സവാള ആയതുകൊണ്ട് 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിവേപ്പിലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പച്ചമുളകും കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് നമ്മുടെ കറി റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി നമ്മൾ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളി വഴറ്റുമ്പോൾ വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോവാതിരിക്കാനാണ് നമ്മൾ തക്കാളി ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ സവോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തു. പച്ചമുളക് നീളം കൂടുതലായതുകൊണ്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം 2ആയിട്ട് കുറുകെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിനി കറി റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ കറി റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് ഏത് ഓയിലിൽ വേണമെങ്കിലും ചെയ്യാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വഴറ്റാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആദ്യം കടുക് ചേർക്കാം. 1/2 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകമാണ്, ചെറിയ ജീരകമല്ല. പെരിഞ്ജീരകം ഒന്ന് ചൂടായി പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല. നമ്മൾ ചേർക്കുമ്പോൾ പറയാമല്ലോ എന്ന് വെച്ചിട്ട് വറ്റൽമുളക് ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത്. പച്ചമുളക് കരിഞ്ഞു പോകുന്നതിന് മുന്നേ ആയിട്ട് വെളുത്തുള്ളി ചേർക്കണം. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ നമ്മുടെ എണ്ണയിലേക്ക് നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടിയാണ് നമ്മൾ വെളുത്തുള്ളി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചേർത്താലും കുഴപ്പമില്ല. വെളുത്തുള്ളി എങ്ങനെയായാലും നമുക്ക് കഴിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് കുക്കായി വരികയും ചെയ്തോളും. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഒക്കെ ചേർക്കാം. വെളുത്തുള്ളിയൊക്കെ ഒന്ന് കുക്കായി വരുന്നുണ്ട്. ആദ്യം സവോള ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരണം. നന്നായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കളർ മാറേണ്ട ആവശ്യമില്ല. സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. സവോള ഒന്ന് കുക്കായി വരട്ടെ. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ച് തക്കാളി ഒന്ന് കുക്കായി വരുന്നത് വരെ അടച്ച് വയ്ക്കാം. ഒരു 4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി കുക്കായി കിട്ടും. അപ്പോൾ ഞാൻ ഇനി അടച്ച് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ തക്കാളി അടച്ച് വെച്ചിട്ട് ഒരു 4 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നു. തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കണം. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം എപ്പോഴും പൊടികൾ ചേർക്കാനായിട്ട്. ആദ്യം നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. 1/2 ടീസ്പൂൺ മതി കേട്ടോ, അധികം വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ എരിവ് വരുമ്പോൾ ഓവറായിട്ട് എരിവ് കൂടിപ്പോവും. അതുകൊണ്ട് 1/2 ടീസ്പൂൺ മതി. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക്
1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടെങ്കിലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ തക്കാളിക്കറിക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് ആവുന്നത്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, നമ്മളിനി ഉപ്പ് ചേർക്കണം. അപ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. പൊടികൾ ഈ തക്കാളിയുടെ ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് കുക്കായി വന്നോളും. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുക, പിന്നീട് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെക്കണം. ഈ പൊടികളുടെ റോ ടേസ്റ്റും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ റോ ടേസ്റ്റും എല്ലാം മാറി വരണം. അതുവരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇത് കുറച്ച് ഗ്രേവി ടൈപ്പാണ് ഞാൻ ഈ കറി എടുക്കുന്നത്. നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനും ചോറിനും എല്ലാം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഗ്രേവി ടൈപ്പാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് വേണ്ട റോസ്റ്റ് പോലെ മതിയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് 2 മിനിറ്റും കൂടി കുക്ക് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കറി ഉപയോഗിക്കാവുന്നതാണ്. ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ഗ്രേവി ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് അടച്ചു വെക്കട്ടെ. നമ്മുടെ പൊടികളൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. ഒരു 3-4 മിനിറ്റ് അടച്ചു വെക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ അടച്ചു വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളമായി. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഗ്രേവിയൊക്കെ. ഇനി നമുക്ക് ഇങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കറി 2 രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാണ്. ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കാണ്. ചോറിൻ്റെ ഒഴിച്ചുകറിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1/4 കപ്പ് വെള്ളം ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. വെള്ളം നമ്മൾ ഇളക്കി നോക്കുക ആവശ്യത്തിനുണ്ടോ ഇല്ലയോ എന്നുള്ളത്. വെള്ളം ചേർത്തിട്ട് വീണ്ടും തിളപ്പിക്കേണ്ടതാണ്. അപ്പോൾ 1/4 കപ്പ് വെള്ളം പോരാ, കുറച്ചുകൂടി വെള്ളം വേണം. നമുക്കൊരു 1/2 കപ്പോളം വെള്ളം ചേർക്കാം. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് നമ്മുടെ കറി ഓഫ് ചെയ്യാം. അപ്പോൾ കറി ഓഫ് ചെയ്യുന്നതിന് മുൻപ് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. അതെപ്പോഴും നമ്മൾ ചേർക്കുന്നതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനി കറി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് തിളച്ച് 2 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2 മിനിറ്റ് ആയി. ഇതിലേക്ക് നമുക്കിനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മതി കേട്ടോ, അധികം വേണ്ട. അതുപോലെ തന്നെ ഒരു പിഞ്ച് പഞ്ചസാര. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ എല്ലാ റെസിപ്പികളും സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളിക്കറിയുടെ പരിപാടി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലേ, അധികം ഇൻഗ്രീഡിയൻസ് വേണ്ടല്ലോ. ഇപ്പോൾ സാധാരണ തക്കാളി വഴറ്റിയതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മുടെ വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ട് ഈ റെസിപ്പി, ഇഷ്ടമായോ, ചപ്പാത്തിയുടെ കൂടെയാണോ, അപ്പത്തിൻ്റെ കൂടെയാണോ, ചോറിൻ്റെ കൂടെയാണോ കൂടുതൽ ഇഷ്ടമായതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, എല്ലാ ദിവസവും പറയുന്ന കാര്യം തന്നെയാണ്. കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ സൗണ്ടിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കാലുവേദനയൊക്കെ ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ കാല് വയ്യാതെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാം കാല് വയ്യാതെ ഇരിക്കുകയാണെന്നുള്ളത്. സ്ഥിരമായിട്ട് വാട്സാപ്പ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ടിൽ ചെറിയ വ്യത്യാസം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും കമൻറ്റ് ചെയ്തിരുന്നു, എന്താണ് ചേച്ചി സൗണ്ടിൽ വ്യത്യാസം, വേറെ ആരോ സംസാരിക്കുന്ന പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ സൗണ്ട് വേദന കൊണ്ടുള്ള സൗണ്ട് വ്യത്യാസമാണിത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും കൂടി ഞാൻ പറയുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി മാത്രം ചേർക്കുക കേട്ടോ. ഇനി മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ചേർക്കരുത്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.